കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാപകൽ സമരത്തിന്റെ ഫ്ലെക്സുകൾ നശിപ്പിച്ച സംഭവത്തിൽ പോലീസിന് നിർണായക വിവരം ലഭിച്ചു. സംഭവത്തിന് പിന്നിൽ മുൻ കർഷക കോൺഗ്രസ് നേതാവും കൂട്ടാളിയുമാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി. സംഭവത്തിൽ കേസെടുക്കാതെ സമവായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. നെടുങ്കണ്ടം, താന്നിമൂട്, തൂക്കുപാലം തുടങ്ങിയ മേഖലകളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. ഫ്ലെക്സ് ബോർഡിൽ നിന്ന് ചിലരുടെ ഫോട്ടോകൾ നീക്കം ചെയ്ത നിലയിലാണ്. 30ഓളം ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടതോടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാണെങ്കിലും അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. ഇത്തരം കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾ ആരായിരുന്നാലും, ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരായിരുന്നാലും സാമൂഹ്യ വിരുദ്ധന്മാരായിരുന്നാലും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നെടുങ്കണ്ടം സർക്കിളിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് തെളിഞ്ഞത്. കർഷക കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവും പ്രാദേശിക പ്രവർത്തകനുമാണ് ഫ്ലെക്സുകൾ വ്യാപകമായി നശിപ്പിച്ചത്. ഇന്നലെ നടന്ന K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സ്വാഗത പ്രസംഗകൻ ആക്കാത്തതാണ് നേതാവിനെ ചൊടിപ്പിച്ചത്. എന്താണെങ്കിലും കർഷക കോൺഗ്രസ് കേസുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയുള്ള ഉറച്ച നിലപാടിലാണ്. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് സമവായ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.